ആറന്മുള വിമാനത്താവള വിവാദ ഭൂമിയിൽ പുതിയ പദ്ധതിക്ക് കെജിസ് ഗ്രൂപ്പിന്റെ നീക്കം. ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പരിപാടിക്കായി ഐടി വകുപ്പിന് സ്വകാര്യ കമ്പനി നൽകിയ അപേക്ഷയിൽ സർക്കാർ റവന്യൂ കൃഷി വകുപ്പുകളോട് റിപ്പോർട്ട് തേടി. മാസങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട ജില്ലാ കലക്ടർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം അപേക്ഷ നൽകിയ 90% ഭൂമിയും നിലമാണെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കെജിസ് ഗ്രൂപ്പ് പുതിയ കമ്പനിയുടെ പേരിലാണ് അപേക്ഷ സമർപ്പിച്ചത്. ആറന്മുള വിമാനത്താവള വിവാദ ഭൂമിയിലാണ് ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിയുമായി എത്തിയിരിക്കുന്നത്. 344 ഏക്കറിലാണ് ഭൂപരിഷ്കരണ നിയമത്തിന് ഇളവ് തേടിയത്. പത്തനംതിട്ട ജില്ലാ കളക്ടർ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം അനുമതി തേടിയ ഭൂമിയിൽ 90% നിലമാണ്. നിലം നികത്തിയാൽ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതിനാൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന രീതിയിൽ വേണം പദ്ധതി എന്നാണ് നിർദ്ദേശം. നിലം പദ്ധതിയുടെ ആവശ്യത്തിനായി പരിവർത്തനപ്പെടുത്തുന്നതിന് കേരള തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം അപേക്ഷ നൽകാൻ കക്ഷിയോട് ആവശ്യപ്പെടണമെന്നും കളക്ടർ റവന്യൂ വകുപ്പിന് റിപ്പോർട്ട് നൽകി. കെജിസ് പത്തനംതിട്ട ഇൻഫ്രാ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് TOFL എന്ന പേരിലേക്ക് മാറിയിട്ടുള്ളത്. കമ്പനി അപേക്ഷ നൽകിയ ഭൂമിയിൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെടുന്ന ഭൂമിയും ഉൾപ്പെട്ടിട്ടുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.